നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് ടെൻഷനാണ് എന്ന് പറയാൻ കഴിയും. അല്ലെ? മനുഷ്യന്മാർക്ക് കൂടപ്പിറപ്പായി വരുന്ന ഒരു സംഗതി ടെൻഷനാണ്. ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഈ റൂമിലുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കാണട്ടെ. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ടെൻഷനും ഇല്ലാത്ത ആൾക്കാരും മെസ്സടിക്കും. ഒരു ടെൻഷനും ഇല്ല എനിക്ക്, ഇനി അടുത്ത മെസ്സടിക്കേണ്ടത് എനിക്ക് ടെൻഷൻ ഇല്ല എന്നതിനാണ്. യാതൊരു ടെൻഷനും ഇല്ല എന്നതിനെ സരിക്കാം. എനിക്കുണ്ടില്ല, ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ടെൻഷൻ അധികം ആൾക്കാർക്ക് ഉള്ളതാണ്. അതേ ഉള്ളൂ എന്നാ പറയുന്നത്. ടെൻഷനേ ഉള്ളൂ എന്നാ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, പട്ടിണി കൊണ്ട്, മരണം കൊണ്ട്, അതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. പക്ഷെ അതിനുശേഷം പറഞ്ഞു എന്താ? ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അല്ലെ? ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ദാരിദ്ര്യം, പട്ടിണി, മരണം, അതുപോലുള്ള പേടികൾ, പലതുകൊണ്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും. അല്ലേ? പലതുകൊണ്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും. അപ്പൊ അതൊക്കെ, ആ പേടിയൊക്കെ ഉണ്ടാവും. അല്ലാഹു അതിന്റെ സൂചന നമുക്ക് നേരത്തെ നൽകിയതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ വിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. നമ്മൾക്ക് ടെൻഷനുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ടെൻഷൻ അടിക്കേണ്ട വിഷയത്തിലാണോ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട വിഷയത്തിലാണോ ടെൻഷൻ അടിക്കുന്നത്? എനിക്കുറപ്പുണ്ട് ഞാൻ അങ്ങനെയല്ല. ടെൻഷൻ അടിക്കേണ്ട വിഷയത്തിലല്ല ടെൻഷൻ അടിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് നന്നായിട്ട് ടെൻഷൻ അടിച്ചത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയി, ഒരു മത്സര പരീക്ഷയ്ക്ക് പോയ സമയത്ത് അപ്പോഴാണ് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചത്. സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം ആ പരീക്ഷയിൽ പാസ്സായാലും ശരി, തോറ്റാലും ശരി, അതുകൊണ്ട് ഇപ്പോ എന്റെ ഭാവി ജീവിതത്തിൽ അള്ളാഹു സ്വർഗം തരുന്നില്ല. പരീക്ഷ പാസ്സായതുകൊണ്ട്, ഭൗതിക ലോകത്ത് ഒരു പരീക്ഷ പാസ്സായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർഗം തരില്ല, എന്നെ നരകത്തിൽ കിടത്തിയില്ല. അപ്പൊ അത്ര വലിയൊരു സംഗതി ഒന്നും ആയിരുന്നില്ല. പക്ഷെ വല്ലാണ്ട് പേടിച്ചു. ഉറക്കൊക്കെ കുറെ കുറഞ്ഞുപോയി. ഇതാണ് എന്റെ അവസ്ഥ. എന്റെ അവസ്ഥ എങ്ങനെയാണ്? ഭൗതിക ലോകത്തെ പല കാര്യങ്ങളെയും ഞാൻ പേടിക്കുന്നു. എനിക്ക് കലക്ടർക്ക് ഫോൺ ചെയ്യാൻ പേടിയാണ്. പേടിയുണ്ട് എനിക്ക് കലക്ടർക്ക് ഫോൺ ചെയ്യാൻ. സംസാരിക്കുമ്പോൾ തെറ്റുപറ്റുമെന്നൊരു തോന്നൽ. വലിയ വലിയ ഓഫീസർമാർക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ അപ്പുറം, ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ടെൻഷൻ ഇതൊക്കെയാണ്. അല്ലെ? നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ തന്നെ സാധാരണ ഇങ്ങനത്തെ ടെൻഷനൊക്കെയാണ്. നമ്മുടെ ഭൗതിക ലോകത്തെ കാര്യങ്ങൾ. എന്റെ ബിസിനസ് എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ? എന്റെ ബിസിനസിന്റെ വളർച്ച കുറഞ്ഞു പോകുമോ? അല്ലേ? പൂവൊക്കെ വന്നോട്ടെ. അല്ലെ? അതെ. എന്റെ ബിസിനസിന്റെ വളർച്ച മുരടിച്ചു പോകുമോ? അടുത്ത എന്റെ ലാഭം കുറയുമോ? ആ കമ്പനിയുടെ ലാഭം കുറഞ്ഞു പോകുമോ? എന്നൊക്കെ വിഷയത്തിലാണ് നമ്മൾ പലരും ടെൻഷൻ അടിക്കുന്നത്. അല്ലെ? അല്ലെങ്കിൽ എന്റെ കൊളസ്ട്രോളിനെ കുറിച്ചുള്ള ടെൻഷൻ, പ്രഷറിനെ കുറിച്ചുള്ള ടെൻഷൻ, അങ്ങനെയും ചിലരൊക്കെ ടെൻഷൻ അടിക്കും. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ എന്ന് കരുതി ടെൻഷൻ അടിക്കും. ക്യാഷ് കുറെ ഉള്ളവർക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്ന് കരുതി ടെൻഷൻ അടിക്കും. അങ്ങനെ പല നിലക്കുള്ള ടെൻഷനാണ്. ചില ആൾക്കാർ വീട്, അയൽവക്കത്ത് വലിയ വീട് പൊന്തിയോടുകൂടി ഇദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയി. അയൽവക്കത്ത് പുതിയ കാറ് അയൽവാസി എടുത്തോടുകൂടി ഇദ്ദേഹത്തിന്റെ ടെൻഷൻ, ഇദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയി. അങ്ങനെയൊക്കെയാണ് പല ആൾക്കാർക്കും ടെൻഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട വിഷയത്തിലേക്ക് നമുക്ക് ടെൻഷൻ വരുന്നില്ല. അയൽവക്കത്ത് നമ്മുടെ അയൽവാസി രാവിലെ സുബഹിക്ക് എണീറ്റ് പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോകുന്നു, നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഒരു ടെൻഷൻ അക്കാര്യത്തിൽ വരുന്നില്ല. അപ്പോ നമ്മൾ ടെൻഷൻ അടിക്കുന്നതാ, ഇവൻ മുസ്ലിമാണ്, ഞാനും ഒരു മുസ്ലിമാണ്, ഇവൻ പള്ളിയിൽ സുബഹി ജമാഅത്തിന് പങ്കെടുക്കുന്നു,
ഞാനിവിടെ കിടന്നുറങ്ങുന്നു, ചിന്തിക്കാറുണ്ടോ? ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കാറുണ്ടോ? ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കാറുണ്ടോ? ഇത്തരമൊരു വിഷയത്തിൽ, മതപരമായ വിഷയത്തിൽ ടെൻഷൻ അടിക്കാറുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അവൻ നിസ്കരിക്കുന്നു, പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നു, ഞാൻ പോകുന്നില്ലല്ലോ, ടെൻഷൻ അടിക്കാറുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. ആ വിഷയത്തിലാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. നമ്മൾ പള്ളിയിൽ ചെന്നു, ഒരു ഉസ്താദ് അതാ വളരെ ഖുശൂഅോടെ നിസ്കരിക്കുന്നു, വളരെ ഖുശൂഅോട് കൂടി നിസ്കരിക്കുന്നു, ആത്മാർത്ഥമായി നിസ്കരിക്കുന്നു. നിസ്കാരത്തിന് ശേഷം ഇരുന്ന് കരഞ്ഞ് ദുആ ചെയ്യും നമ്മൾ കാണുന്നു, അല്ലേ? നമ്മളോ നമുക്ക് ഉള്ളി വേണ്ടി വരും ഒരു ഉറ്റ് കണ്ണുനീര് വരാൻ. ഒരു ഉറ്റ് കണ്ണുനീര് വരാൻ ചിലപ്പോൾ ഉള്ളി വേണ്ടി വരും. അവർ ഉസ്താദ് പള്ളിയിൽ നിസ്കരിച്ച് ആഖിറത്തിന്റെ കാര്യം ആലോചിച്ച് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് ദുആ ചെയ്യുകയാണ് ഉസ്താദ്. ഉസ്താദ് അങ്ങനെയാണ് ദുആ ചെയ്യുന്നത്. നമുക്ക് യാതൊന്നുമില്ല, നമുക്ക് ടെൻഷൻ വരുന്നേയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അയൽവാസി രാവിലെ എണീറ്റ് പള്ളിയിലേക്ക് പോകുമ്പോൾ ആ അയൽവാസിയുടെ മുന്നിൽ പോകാൻ നമുക്കൊരാഗ്രഹം വേണം. അവന് 4:30 പോണത്, ഞാൻ 4:15 പോവും. കാരണം ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആ പള്ളിയിലേക്ക് പോകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, അള്ളാഹിന്റെ റസൂലും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നു. എന്നെ ഇഷ്ടപ്പെടില്ല, ഞാൻ ഉറക്കക്കാരനാണ്, ഉറക്കനാണ്, എന്നെ ഇഷ്ടപ്പെടില്ല എന്ന് ചിന്തിക്കുന്നു. അദ്ദേഹം സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അപ്പോ ഇഷ്ടവും ടെൻഷനും ഒക്കെ വേണ്ടത് ഈ ലോകത്ത് വെച്ചല്ല, ഭൗതിക ലോകത്ത് വെച്ചില്ല, അല്ലെ? ഭൗതിക ലോകത്തെ കാര്യങ്ങളല്ല നമ്മൾ ഉത്കണ്ഠപ്പെടുത്തേണ്ടത്. ഭൗതിക ലോകത്തെ കാര്യങ്ങളല്ല നമ്മൾ ഉത്കണ്ഠപ്പെടുത്തേണ്ടത്, പാരത്രിക ലോകത്തെ കാര്യങ്ങളാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വിഷയത്തിൽ ടെൻഷൻ അടിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബേജാറാവേണ്ട കാര്യത്തിൽ ബേജാറാവുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ആമീൻ. ബേജാറുണ്ടാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാനാവില്ല. ബേജാറ് വേണം, നമുക്ക് പൊള്ളണം, മനസ്സ് പൊള്ളണം, മനസ്സ് പൊള്ളണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിന്ന് 2ാമത്തെ നോമ്പിലാണ്. ഇന്നലത്തെ നോമ്പ് നമുക്കിനി തിരിച്ചു കിട്ടുമോ? ഇന്നലത്തെ നോമ്പിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? കഴിഞ്ഞു പോയ നോമ്പ് തിരിച്ചു കിട്ടുമോ? ഒരിക്കലും ഇല്ല സുഹൃത്തുക്കളെ, ഒരിക്കലും കിട്ടൂല. ടെൻഷനുണ്ടോ? ആർക്കെങ്കിലും ടെൻഷനുണ്ടോ? ആർക്കെങ്കിലും ടെൻഷനുണ്ടോ? ഇന്നലെ ഒരു നോമ്പ് കഴിഞ്ഞു പോയ കാര്യത്തിൽ ആർക്കെങ്കിലും ടെൻഷനുണ്ടോ? ആരെങ്കിലും കരഞ്ഞോ? ആരെങ്കിലും കരഞ്ഞോ? ഇല്ല. നമുക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒന്ന് കഴിഞ്ഞല്ലോ, ഇനി 29 നോറ്റാ മതിയല്ലോ എന്നതാണ് നമ്മുടെ നിലപാട്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി മാസം കണ്ട് നോമ്പായി കിട്ടിയാൽ സന്തോഷിക്കുക ചെയ്യാം. കാരണം ഒരു നോമ്പ് നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ട് കിട്ടിയല്ലോ. അല്ലെ? ചിലർക്കൊക്കെ ഒന്ന് പോയ കൂടി എങ്ങോട്ട് കാണാൻ എന്തൊക്കെയാണെങ്കിൽ ഒരു ദിവസം കൂടി ചോറിന് നടക്കേനി. പക്ഷെ സത്യവിശ്വാസി മാസം കാണേണ്ട ദിവസം 29 കാണാതിരുന്നാൽ സത്യവിശ്വാസിക്ക് ഒരു പ്രയാസമാണ് ഉള്ളിലുണ്ടാവുക. ഒരു പ്രയാസം, ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയല്ലോ, ഒരു നോമ്പ് കിട്ടൂലല്ലോ, അല്ലെ? അപ്പോ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ടെൻഷൻ അടിക്കേണ്ട കാര്യത്തിൽ ടെൻഷൻ അടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ ലോകത്തുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. കുറെ വലിയ മേലാളിയായി, നല്ല മേലാളിയാ, ബടാ മുതലാളി, ലക്ഷങ്ങൾ കയ്യിലുണ്ട്. മുതലാളിക്ക് ഒരു ദിവസം ഒരു വാറ്റൽക്കാട് പിടിച്ചു. രാവിലെ വാറ്റവട്ടം പിടിച്ചു, വൈകുന്നേരം ആവുമ്പോഴേക്ക് ഛർദ്ദിയും പിടിച്ചു. 2 തലയിൽ കൂടി ഒഴിഞ്ഞു പോവുക. മുതലാളിയുടെ വില കഴിഞ്ഞില്ലേ? മുതലാളിക്ക് എന്ത് ചികിത്സ കൊടുത്തിട്ടും മാറുന്നില്ല, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല, ഛർദ്ദിയും വയറ്റിളക്കും. തിന്ന് തീരുമ്പോഴേക്ക് ഛർദ്ദിച്ചു പോകും, അല്ലെങ്കിൽ വയറ്റും പോകും. തീർന്നില്ല, മുതലാളിയുടെ എല്ലാ ക്യാഷിന്റെ ഹുങ്കും തീർന്നുപോയി. പിന്നെ ടെൻഷൻ തുടങ്ങി. പൈസക്ക് ഉണ്ട്, പക്ഷെ ടെൻഷൻ തുടങ്ങി. പൈസ കൊണ്ട് ടെൻഷൻ മാറുമോ? ഇല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമായ ആരോഗ്യം അവിടെ വേണം. അല്ലേ? ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടാവുമ്പോഴേ നമുക്ക് പിന്നെ സുഖമായി ഇവിടെ ലോകത്ത് കഴിയാൻ സാധിക്കുകയുള്ളൂ. ക്യാഷ് ഉണ്ടായത് കൊണ്ട് മാത്രം ആരോഗ്യം ഉണ്ടാവില്ല. ക്യാഷ് കൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോ ഇവിടെ ഛർദി പിടിച്ച ആളുടെ സ്ഥിതി എന്താ? അദ്ദേഹത്തിന് ഇപ്പൊ നടക്കണമെങ്കിൽ വടി വേണം, പോകണമെങ്കിൽ വണ്ടി വേണം. അതാണ് സ്ഥിതി. അപ്പൊ ദുനിയാവിലെ പൈസ കൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ദുനിയാവിലെ പൈസ കൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതിനൊക്കെ ഒരു പരിധി വരെയുള്ള പ്രയോജനം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വക്ത് നിസ്കാരം കളായി പോയാൽ അതിൽ ടെൻഷൻ അടിക്കണം. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കണം. പടച്ച തമ്പുരാനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സൃഷ്ടിച്ചു, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, ഒരു ഫുൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി. നമ്മളൊക്കെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. വി ആർ ഓൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ബൈ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി ഈ ഭൂമിയിൽ വന്ന നമ്മൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ആകെ 24 മണിക്കൂറിനിടയിൽ ആകെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഒരു 5 വക്ത് നിസ്കാരമാണ്. അതിനാകെ കൂടി വേണ്ടത് ഏറി വന്നാൽ അരമണിക്കൂർ. അരമണിക്കൂറാണ് അതിന് ഏറി വന്നാൽ വേണ്ടത്. അതിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് ആക്കി അരമണിക്കൂറിന് വേണ്ടതും വിലക്കും ഒക്കെ ക്യാപ്സ്യൂളാക്കി 15 മിനിറ്റ് കൊണ്ടൊക്കെ 17 മിനിറ്റ് കൊണ്ടൊക്കെ കഴിച്ചു കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന് പോലും നമുക്ക് സമയമല്ല. അതിന് പോലും നമുക്ക് സമയമല്ല. അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ നമ്മുടെ അവസ്ഥയെ കുറിച്ച് ധാരാളം ടെൻഷൻ അടിക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നിസ്കരിച്ചാലോ? നിസ്കാരത്തിന്റെ സ്ഥിതി പറയുകയും വേണ്ട. നിസ്കരിക്കാൻ അങ്ങോട്ട് കയ്യെട്ടി അങ്ങോട്ട് നിൽക്കുമ്പോഴേക്ക് പിന്നെ എന്താ ചെയ്യുന്ന ആൾക്ക് ഓർമ്മല്ല. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അങ്ങനെ വാളിന്റെ നൂരുന്നുണ്ട്. അങ്ങനെയുള്ള നിസ്കാരക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ പോവും. അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഉറക്കു നോക്കുന്നവരുണ്ട്. അല്ലേ? കച്ചവടം ചെയ്യുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അതാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ ആരാധനകളുടെ സ്ഥിതി. പുറത്തിറങ്ങിയാലോ കണ്ണിങ്ങനെ നോക്കി പിന്നെ തേടി നടക്കുകയാണ്. എവിടെയാണ് നല്ല കാഴ്ചകൾ ഉള്ളത്, എവിടെയാണ് കാഴ്ചകൾ ഉള്ളതെന്ന് തേടി നടക്കുകയാണ് നമ്മുടെ കണ്ണ്. കേൾവി പിന്നെ പറയും വേണ്ട. അതങ്ങനെ മോശപ്പെട്ടത് മാത്രമാണ് നമ്മുടെ ചെവിയെ തേടിയെത്തുന്നത്. ചെവിയെ തേടിയെത്തുന്നത് മോശങ്ങൾ, കണ്ണിനെ തേടിയെത്തുന്നതും മോശങ്ങൾ. അപ്പൊ അതിനിടയിൽ നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മളങ്ങനെ ജീവിച്ചു പോകാൻ നമ്മൾ ടെൻഷൻ അടിക്കണം. അല്ലേ? അല്ലേ? ടെൻഷൻ അടിക്കണം. നമ്മൾ നമ്മുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം. നമ്മുടെ ഓരോരുത്തരെയും കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി ടെൻഷൻ അടിക്കണം. എന്റെ സ്ഥിതി എന്താണ്? അല്ലേ? എന്റെ സ്ഥിതി എന്താണ്? എന്റെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ടോ? എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ടോ? നമുക്കൊരു അറിവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് നമുക്ക് റിസപ്ഷൻ റെസീപ്റ്റ് കിട്ടാറുണ്ട്. ഒരു സാധനത്തിന് സംഭാവന കൊടുത്താൽ നമുക്ക് തെളിവ് കിട്ടും. എന്റെ കയ്യിൽ തെളിവുണ്ട്, അല്ലേ? പക്ഷേ നമുക്ക് തെളിവില്ല. നമുക്ക് ഈ ഇബാദത്തിന്റെ കാര്യത്തിൽ യാതൊരു തെളിവില്ല. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെയും സമീപനം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമീപനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലേ? എന്റെയും നിങ്ങളുടെയും സമീപനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണം. ഭൗതികമായ സൗകര്യങ്ങളിൽ അങ്ങനെ നമ്മൾ ഒതുങ്ങുകയാണ്. ഭൗതികമായ സൗകര്യങ്ങളിൽ അങ്ങനെ മനം വഴങ്ങി ജീവിച്ചു പോകുന്ന നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ചിന്താഗതികൾ നൽകുമാറാവട്ടെ, നല്ല ചിന്ത നൽകുമാറാവട്ടെ. കരയാനുള്ള ഒരു കണ്ണുനീര്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആലോചിച്ച് കരയാനുള്ള ആ ഒരു കണ്ണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. സ്വയം വിലയിരുത്തി നിരാശയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്വയം വിലയിരുത്തി നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വീകരിക്കും. ഇപ്പോഴും ശുഭപ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടും. പക്ഷേ നമ്മളത് ചെയ്യണം. അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കാണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിച്ച് നമ്മൾ പല രോഗങ്ങളും വരുത്തുക. എന്താണ് ഇതിന് മറുമരുന്ന് എന്താണ്? ഭൗതികത്തിൽ ഒരു ക്യാഷ് പോയി, ഇന്നലെ 500 ദിർഹം പോയി, നഷ്ടപ്പെട്ടു പോയി. വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആ വിഷമം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിന് കിട്ടൂല, പോയി, എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ ഇബാദത്ത് പോരാ എന്ന് നമ്മൾ വിഷമിച്ച് ഇന്ന് അത് മാറ്റം വരുത്തുക, അല്ലെ? അപ്പൊ ആ ടെൻഷൻ കൊണ്ട് പ്രയോജനമുണ്ട്. ആ ടെൻഷൻ ലീഡ്സ് ടു ആക്ഷനായി. എന്റെ ഇബാദത്ത് മോശമാണ്, ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകുന്നില്ല, ഞാൻ എന്നെ വിലയിരുത്തി എന്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിൽ ടെൻഷൻ അടിക്കുന്നു, അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ആ ടെൻഷൻ കൊണ്ട് പ്രയോജനമുണ്ട്. നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ടെൻഷൻ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രയോജനകരമായ ഇപ്പൊ തന്നെ അവർക്ക് ഫോൺ ചെയ്ത് അവരോട് ആ എല്ലാ പ്രശ്നവും പരിഹരിക്കണം. അങ്ങോട്ട് മാപ്പ് പറയൂ. നമ്മളുടെ അങ്ങനെ ഇപ്പോഴും ഓരോ കോംപ്ലക്സുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് കിട്ടൂല. ഇത് ഭയങ്കര പ്രശ്നമാണ്. വിശുദ്ധ റമദാനൊന്നും പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല പിണങ്ങി നിൽക്കുന്നവർക്ക്. ഞാനിപ്പോ 4 ആളോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എടുത്ത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഈ 4 ആളെ ഞാനിങ്ങനെ തലയിൽ വെച്ച് നടക്കുക. എന്റെ തലയിലുണ്ട് 4 ആൾക്കാർ. ആര്? ഞാൻ പിണങ്ങിയ 4 ആൾക്കാർ. ഓരോ ഭാരവും വഹിച്ചിട്ടാണ് ഞാനിങ്ങനെ പോണത്. പിന്നെ ടെൻഷൻ ഇങ്ങനെ വരും. ഓരോ വഴി പുതിയ ടെൻഷൻ ഇങ്ങനെ വരും. പുതിയ ടെൻഷൻ ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് ഈ ലോഡ് ഞാനൊന്ന് ഇറക്കി വെക്കണം. എന്റെ തലയില് 4 പേരാണ് തൂങ്ങി നിൽക്കുന്നത്. ആ ലോഡ് ഞാൻ ഒഴിവാക്കണം. ഡിസ്ലോഡ് ചെയ്യണം, ഒഴിവാക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? വേഗം നന്നാവും തന്നെ. വേഗം ആരോടാണോ കണക്കുള്ളത് ഒറ്റ പിടി. മൊബൈൽ ഫോൺ കൊണ്ട് വേഗം തീർന്നില്ലേ? ഇല്ലേ? ഇപ്പൊ ആശയവിനിമയത്തിനൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ മുൻകൈ എടുക്കണം. പക്ഷെ ഈ മുൻകൈ എടുക്കാനുള്ള മനസ്സ് വേണം. ആരോട് പണിയിട്ടുണ്ടെങ്കിൽ അവനാണ് തെറ്റ്, എന്നാലും ശരി, അവന്റെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാലും ശരി നന്നാവണം. പ്രത്യേകിച്ചും ഉമ്മ ബാപ്പമാരോട്, ജ്യേഷ്ഠന്മാരോട്, കൂടപ്പിറപ്പിനോട്, പെങ്ങന്മാരോടൊക്കെ പണിങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ കാര്യത്തിൽ ശരിക്ക് ടെൻഷൻ അടിക്കണം. ഇപ്പനോട് മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്ക് ടെൻഷൻ അടിക്കണം. കാരണം അവന് എന്ത് ജീവിതമാണ് അവന് ജീവിക്കുന്നത്? ഒരു കാളയുടെ ജീവിതം, ഒരു മൃഗത്തിന്റെ ജീവിതം, അല്ലെ? കൂടപ്പിറപ്പിനോട് സ്നേഹം, കൂടപ്പിറപ്പിനെ തിരിച്ചറിഞ്ഞുകൂടാത്തവന്റെ കാള എന്നല്ല നമ്മൾ പറയാ, മൃഗമല്ല പറയാ, അല്ലെ? മൃഗത്തിന്റെ സ്വഭാവമല്ലേ? ഉമ്മയെ അറിഞ്ഞുകൂടാ. ഒരു ആട്ടിന്റെ കുട്ടിക്ക് ഉമ്മയെ അറിഞ്ഞുകൂടാ. ഉമ്മ ആരാന്ന് അറിഞ്ഞുകൂടാ. ആ ഉമ്മയെ തന്നെ പിന്നെ എന്താ പറയാ, ഉമ്മയുടെ അടുത്ത കുട്ടിയുടെ ഉപ്പയാവാൻ ഈ ആട്ടുകുട്ടിക്ക് സാധിക്കും. അതാണ് മൃഗങ്ങളുടെ ലോകം. ആ മൃഗങ്ങളുടെ നിലവാരത്തിലേക്കാണ് സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അവിടെ മിണ്ടാത്തവർ അധപ്പതിച്ചു പോകുന്നത്. ആ ഒരു രംഗത്തേക്കാണ്. ബ്ലൂ ഫിലിം കാണുന്നവരും അങ്ങനെ തന്നെ, അല്ലേ? ബ്ലൂ ഫിലിം കാണുന്നവരും അങ്ങനെ തന്നെ. അത് മൃഗത്തിനേക്കാളും അധപ്പതിച്ചു പോകുന്നതാണ്. ഒരു മൃഗവും അങ്ങനെ ചെയ്യാറില്ല. വാപ്പയോട് മിണ്ടാതിരിക്കുന്നത് ഏതാണ്ട് മൃഗത്തിന് തുല്യമായ രീതി. വാപ്പയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത് മൃഗത്തിന്റെ രീതി. പക്ഷെ ബ്ലൂ ഫിലിം കാണുന്നത് മൃഗത്തിനേക്കാളും നരാധമനായ മൃഗത്തിന്റെയും താഴെ പോകുന്ന സംഗതിയാണ്. ഒരു മൃഗവും അങ്ങനെ ചെയ്യാറില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബ്ലൂ ഫിലിം ആസ്വദിക്കുന്ന ഏതെങ്കിലും ഒരു മൃഗത്തിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടവർ നഷ്ടടിക്കും. ബ്ലൂ ഫിലിം കാണുന്ന ഒരു മൃഗം, ഒരേ ഒരു മൃഗം ഈ മനുഷ്യൻ മാത്രമാണ്
ഹോമോ സാപ്പിയൻസ് എന്ന ബുദ്ധിയുള്ള മനുഷ്യൻ മാത്രമാണ് ബ്ലൂ ഫിലിം കാണുന്നത്. മറ്റാരും കാണുന്നില്ല, മറ്റാരും ഇത് ചെയ്യുന്നില്ല. അത്രയ്ക്ക് ബുദ്ധി മറ്റാർക്കും ഇല്ല. മനുഷ്യൻ ടെക്നോളജിയെയും സാങ്കേതിക വിദ്യയും ഒക്കെ മൃഗങ്ങളെക്കാൾ താഴെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ആരെങ്കിലും ഈ കെണിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധ റമദാനിൽ തന്നെ തൗബ ചെയ്ത് മടങ്ങണം. അത് മൃഗത്തിന്റെയും താഴെ പോകുന്ന പണിയാണെന്ന് മനസ്സിലാക്കണം. മൃഗത്തിന്റെയും താഴെ പോകുന്ന പണിയാണ്. ഒരു ക്ലിക്കിന്റെ ചെലവേ ഉള്ളൂ, അല്ലേ? വിരൽ തുമ്പിലാണ് എല്ലാം. അല്ലേ? അങ്ങോട്ട് പോയിട്ട് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചോദ്യമാണ്, അല്ലെ? കൂലി കിട്ടുമല്ലോ, അങ്ങോട്ട് പോയിട്ട് മൈൻഡ് ചെയ്യാം. നിങ്ങൾ ശ്രമിക്കൂ, പിന്നെയും ശ്രമിക്കൂ. ഒരു തവണ പോയിട്ട് മൈൻഡ് ചെയ്തില്ല, എന്നാൽ രണ്ടാമത്തൊരു തവണ കൂടി ശ്രമിക്കാലോ ആ സുഹൃത്തിന്. രണ്ടാമതൊരു തവണ ശ്രമിക്കുമ്പോൾ 2 കൂലി. നിങ്ങളെ അക്കൗണ്ടിലേക്ക് കൂലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിണങ്ങിയ ആള് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. 100 തവണ ശ്രമിച്ചാൽ 100 കൂലി പോരെ. ശ്രമം നിർത്തരുത്. ശ്രമത്തിനാണ് കൂലി, ഉദ്ദേശത്തിനാണ് കൂലി. നെയ്യത്തിൽ മുമ്പിന് ഹൈറുമിൻ അമലി എന്നല്ലേ? ഉമ്മിന്റെ നെയ്യത്തിന് തന്നെ കൂലിണ്ട്. അവനോട് നന്നാവണമെന്ന് നിങ്ങൾ നെയ്യത്ത് അങ്ങോട്ട് വെക്കുക, അതിന് തന്നെ കൂലി. ശ്രമിച്ചുകൊണ്ടിരിക്കുക. നെയ്യത്തിന് കൂലി വേറെ, ശ്രമത്തിന് വേറെ കൂലി. അങ്ങനെ നിരവധി കൂലി കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. അദ്ദേഹം ഭാഗ്യവാനാണ്. പിണങ്ങിയ ആള് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ഭാഗ്യവാനാണ് സത്യത്തിൽ, മതപരമായിട്ട് പറയുമ്പോൾ. അല്ലേ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നല്ല രീതിയിലേക്ക് ചിന്തിക്കണം. നമ്മുടെ മോശ സ്വഭാവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇനി ചില ആൾക്കാരുണ്ട്, ഈബത്താണ് അവന്റെ ഹോബി. ഈബത്താണ് അവന്റെ ഹോബി. അവൻ ശരിക്ക് ടെൻഷൻ അടിക്കണം. അവൻ എന്താ ചെയ്യുന്നത്? ഈബത്ത് പറയുന്നവൻ എന്താ ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നാക്ക്. നിങ്ങൾക്കറിയോട് ആ സുബ്ബൈറ്റ് ഞങ്ങളും സമ്മതിപ്പിക്കില്ല. എന്റെ നാവിൽ നിന്ന് വരുന്ന സംസാരം ഇപ്പോ ഈ ഇന്റർനെറ്റിനാകെ ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന്, എന്റെ ക്ലിനിക്കിൽ നിന്നുകൊണ്ടിരുന്ന ഞാൻ സംസാരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഒപ്പിയെടുത്ത്, മൈക്ക് ഇവിടെ നിന്ന് ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. പക്ഷെ ഈ സംസാരം ഉണ്ടാക്കണമെങ്കിൽ നാവ് തന്നെ വേണം, പഠിച്ച തമ്പുരാൻ തന്നെ വേണം. ഇത് വിതരണം ചെയ്യൽ മാത്രമാണ് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഇതിന്റെ വിതരണം മാത്രമാണ് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൊഡക്ഷൻ അല്ല. പ്രൊഡക്ഷൻ ബൈ അള്ളാഹ്. പ്രൊഡക്ഷൻ ബൈ അള്ളാഹ്, അല്ലെ? സംശയമുണ്ടോ? സൗണ്ട് പ്രൊഡ്യൂസ് ബൈ അള്ളാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ലോകത്ത് സംസാരിക്കാൻ കഴിയാത്തത്ര ആൾക്കാരുണ്ട്. ലോകത്ത്, അല്ലേ? സംസാരിക്കാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അവർക്കെന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു അനുഗ്രഹമായി, ഒരു ഓശാരമായി തന്ന സംസാരം, അല്ലേ? ആ സംസാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അന്യന്റെ മോശത്തരം പറയാൻ വേണ്ടി ഉപയോഗിക്കും. എന്തൊരു മോശം സംഗതിയാണിത്, അല്ലേ? എന്തൊരു മോശം സംഗതിയാണിത്. നമുക്കതിന് യാതൊരു ടെൻഷനും ഇല്ല. അതങ്ങനെ പറയും. രാവിലെ തന്നെ ഒരു സ്വിച്ച് അങ്ങോട്ടിടും, ഈവത്തിന്റെ സ്വിച്ച്. ആൾക്കാരുടെ ഹോബിയാ. സ്വിച്ച് ഓണാക്കി അപ്പം ഇങ്ങനെ തുടങ്ങും മറ്റവന്റെ കുഴപ്പങ്ങള്. മറ്റവന്റെ മാലിന്യം മാത്രമാണ് അവന്റെ കയ്യിൽപ്പെടുക. ഞാൻ ഈ അടുത്ത് ഒരു കാര്യത്തിൽ വായിച്ചു, ഒരു പുസ്തകത്തിൽ വായിച്ചു, ഓരോ മനുഷ്യന്മാർക്കും 2 ബാഗുണ്ട്. 2 ബാഗുണ്ട്. മനുഷ്യന്റെ മുൻഭാഗത്തൊരു ബാഗും പിൻഭാഗത്തൊരു ബാഗും. മുൻഭാഗത്തുള്ള ബാഗ് നന്മയുടെ ബാഗാണ്, പിൻഭാഗത്തുള്ളത് തിന്മയുടെ ബാഗും. നമ്മളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് മറ്റു മനുഷ്യന്മാരുടെ പിൻഭാഗത്തുള്ള ബാഗ് മാത്രമാണ്, അവന്റെ മോശത്തരങ്ങൾ മാത്രമാണ്. നന്മ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സദാസമയവും മറ്റുള്ളവന്റെ കുഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കും, ഈവത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ചില ആൾക്കാരുടെ ഒരു ഹോബി. അങ്ങനെ ഒരു ഹോബിയായി സ്വീകരിച്ച ആൾ ശരിക്കും ടെൻഷൻ അടിക്കണം. അദ്ദേഹം ചെയ്യുന്നത് വലിയ തെറ്റാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു വരും, തൗബ ചെയ്താൽ പുറത്തു വരും. പക്ഷെ നമ്മളൊരാളെ കുറിച്ച് ഈവത്ത് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പോയി പൊരുത്തപ്പെടിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അദ്ദേഹം കൂടി വിചാരിക്കേണ്ടി വരും. അതൊരു അക്കടവടായി മാറും. അതൊരു വലിയ സംഗതിയാണ്. അപ്പൊ നമ്മുടെ ശീലത്തിന്റെയും നമ്മുടെ സ്വഭാവത്തിന്റെയും പേരിൽ നമ്മൾ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മെനക്കെട്ടാൽ അത് വലിയ വിഷമമുണ്ടാക്കുന്ന സംഗതിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുന്നതാണ് നമ്മുടെ ഒരു ദുസ്വഭാവമെങ്കിൽ നമ്മളത് നിർത്തി, നമ്മൾ ആ ദുസ്വഭാവങ്ങളൊക്കെ നിർത്തി നന്മയിലേക്ക് തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ ഇവിടെ നിസ്കരിക്കാനൊന്നും പോയിട്ടില്ല. ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ ലേശം ഒഴിവുണ്ടായപ്പോൾ മൈക്കെടുത്തതാണ്. നിസ്കരിച്ച് വരണം, എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ നേരത്തെ അടിച്ച് വീട്ടിൽ പോകണം. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന മുത്തഖീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ല ആൾക്കാരോട് കൂട്ടുകൂടാനും നല്ല ഉസ്താദുമാരോട് സഹവസിക്കാനും അവരിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കാനും നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ എനിക്ക് ആവാത്തതുകൊണ്ടാണ് നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ച് പിന്നെ വരാം, പിന്നീട് വരാം. മറ്റാരെങ്കിലും മൈക്കെടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ നേരത്തെ വെച്ച റെക്കോർഡ് തന്നെ നല്ല റെക്കോർഡായിരുന്നു. അൽ റയ്യാൻ സാഹിബ് വെച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനിങ്ങനെ മൈക്ക് തട്ടിയെടുത്തതാണ്. ഒരല്പം കൂലി എനിക്ക് കിട്ടണ്ടെന്ന് കരുതി ഞാൻ തട്ടിയെടുത്തതാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് ലൈവാക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് വിവരമൊന്നും വേണമെന്നില്ല. സംസാരിച്ചാൽ മതി. അപ്പൊ സംസാരിക്കുമ്പോൾ വിവരങ്ങൾ ഉണ്ടായിക്കോളും. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്നത് നല്ല വാക്ക്, നമ്മൾ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംഗതി നല്ലത് പറയലാണല്ലോ. നല്ലത് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് നന്നായി പോകും. എന്തെങ്കിലും നന്മൊക്കെ നമുക്ക് വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ പക്ഷത്ത് നിൽക്കാനും റമളാൻ നല്ല നിലക്ക് സാക്ഷി നിൽക്കുന്ന റമളാന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം. റമളാൻ മാസത്തിന്റെ സർട്ടിഫിക്കറ്റ്, ഗുഡ് സർട്ടിഫിക്കറ്റ്